ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ബിഗ് ബി ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ഡ്രിങ്കുമായിട്ടാണ്. വേറൊന്നുമല്ല, അലോവേര ജ്യൂസ്. അലോവേര ജ്യൂസ് നമ്മുടെ ഫേസിനും നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഹെയറിനൊക്കെ നല്ലതാണ്. ഒരു എനർജി കിട്ടും നമുക്ക് ഈ ഡ്രിങ്ക് കുടിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വീഡിയോയിലേക്ക് പോകാം. അതിനാവശ്യമായിട്ട് നമുക്ക് ആദ്യം ഒരു കറ്റാർവാഴ കട്ട് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ കറ്റാർവാഴ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു തണ്ടാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കണ്ടിച്ചിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെക്കണം. അത് കഴിഞ്ഞ് അത് പിന്നെയും വാഷ് ചെയ്ത് പിന്നെയും കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെക്കണം. അങ്ങനെ 2-3 വെള്ളം കഴുകി എടുക്കണം. എന്നാലേ അതിൻ്റെ കറയൊക്കെ പോകുള്ളൂ. ആ കറയൊക്കെ ഉണ്ടെങ്കിൽ ചിലവർക്ക് റാഷസ് ഉണ്ടാക്കും. ചിലപ്പോൾ നമ്മുടെ നാക്കൊക്കെ ചൊറിയാനൊക്കെ ചാൻസ് ഉണ്ടാകും ആ മഞ്ഞക്കറ. പിന്നെ ഞാൻ ഒരു 1/4 ടീസ്പൂണേ ഉള്ളൂ കുറച്ച് കസ്കസ് എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര, പിന്നെ നമുക്ക് ലെമൺ മുറിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ തണുത്ത വെള്ളം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ഒരു വശത്ത് തൊണ്ടൊന്ന് പൊളിച്ചെടുക്കാം. അത് കഴിയുമ്പോൾ ഒരു ഫോർക്ക് ഉപയോഗിച്ചൊന്ന് വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ചുരണ്ടിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കഷ്ണത്തിൻ്റെ ജെല്ലി ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അതിലേക്ക് നമുക്ക് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാം. ഇനി അത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞു വരാൻ വേണ്ടിയാണ്. ഈ പൊടിച്ച പഞ്ചസാരയും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത്ര ഇട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പഞ്ചസാര ഇവിടെ അലിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാതെ. അപ്പോൾ ഈ സമയത്ത് മധുരം ഉണ്ടോയെന്നൊന്ന് നോക്കുക. മധുരം കുറവാണെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനൊരു 2-3 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയേക്കാളും നല്ലത് ഹണി ഉണ്ടെങ്കിൽ ഹണി ആയിരിക്കും. അപ്പോഴാണ് ഒരിച്ചിരി കൂടെ ഹെൽത്തി ആകുന്നത്. എൻ്റെ കയ്യിൽ ഹണി ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ പഞ്ചസാര എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂൺ കസ്കസ് ചേർത്ത് കൊടുക്കാം. കസ്കസ് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാകും. ഇങ്ങനെ ചെയ്തേക്കണം ആദ്യമായിട്ട് കാണുന്നവർക്ക്. ഒരു കുഴപ്പവും ഇല്ല. നമ്മൾ ലെമൺ ജ്യൂസ് ഒഴിച്ചതുകൊണ്ട് ലെമൺ ജ്യൂസിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇതിനുള്ളത്. കറ്റാർവാഴയുടെ ഒരു കയ്പോ ചവർപ്പോ ഒന്നും ഈ ജ്യൂസിനില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.